ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ വീഡിയോയിൽ വരാൻ കാരണം ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇൻ്റർനാഷണൽ യോഗ ഡേ എന്നതിലുപരി 369 എന്ന നമ്മുടെ മാനിഫെസ്റ്റേഷൻ ജേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് കൂടിയാണ് ഇന്ന്. അതായത് 369 എന്ന് പറഞ്ഞാൽ ഒരു ടെസ്ല കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ടെസ്ല എന്ന ന്യൂമറിക്കൽ ൊക്കെ വലിയ പ്രഗത്ഭനായിട്ട് ഒരാൾ ഉണ്ടാക്കിയൊരു കോഡാണ് ടെസ്ല കോഡ്, അതായത് 369. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജൂൺ 21 എന്നാൽ 21/6/2025. അപ്പോൾ 21 എന്ന് പറഞ്ഞാൽ 2+1 3, 6 മന്ത് 2025, 5 2+2 അതായത് 9. അപ്പോൾ 369 എന്ന ഒരു മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഡ് കൂടി ആയ 369 ടെസ്ല കോഡ് ഒന്ന് ഓപ്പൺ ആവുന്ന ഒരു ഡേ കൂടി ആയത് കാരണമാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മളുടെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം നമ്മളൊരു അഫർമേഷനായിട്ട് 369 വെച്ച് 21 ദിവസം പ്രാക്ടീസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് ആ ആഗ്രഹം നമുക്ക് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അതായത് എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഞാൻ ടെസ്ല കോഡ് എപ്പോഴും സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇത് പ്രകാരം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രാവിലെ 12 മണിക്ക് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരു ആഗ്രഹം, അതായത് വീടാണോ നമുക്ക് എത്രയും പെട്ടെന്ന് നടക്കേണ്ടത്, ജോലിയാണോ, ഒരു വാഹനമാണോ നമ്മളുടെ ആഗ്രഹം, ഇതിലേതാണെങ്കിലും നമ്മൾ ഇപ്പോൾ എനിക്കൊരു ജോലിയാണ് ഞാൻ എത്രയും പെട്ടെന്ന് കിട്ടുന്നത്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജോലിയാണെങ്കിൽ ആ ജോലി എനിക്ക് കിട്ടി, ഞാൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു ജോലി കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് നമ്മളൊരു അഫർമേഷൻ എഴുതുക. അഫർമേഷൻ എഴുതിയിട്ട് നമ്മൾ രാവിലെ 12 മണിക്ക് മുന്നേ ആയിട്ട് ഒരു 3 തവണ നമ്മളതൊരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ പുതിയൊരു നോട്ട്ബുക്കിൽ എഴുതുക. ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജോലി കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. എങ്ങനെ 3 തവണ രാവിലെ 12 മണിക്ക് മുന്നേ എഴുതുക. അത് 12 മണിക്ക് ശേഷം 9 മണീൻ്റെ ഉള്ളിലായിട്ട് 12 മണിക്ക് ശേഷം 6 മണിക്ക് ഉള്ളിലായിട്ട് വൈകുന്നേരം 6 മണീൻ്റെ ഉള്ളിലായിട്ട് ഒരു 6 തവണ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 6 മണീൻ്റെയും 9 മണീൻ്റെയും ഉള്ളിലായിട്ട് ഒരു 9 തവണ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് 9 തവണ എഴുതുക. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 21 തവണ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ആഗ്രഹം എന്തായാലും നടന്നിരിക്കും. നമ്മൾ വെറുതെ എഴുതി മാറ്റി വെച്ചിട്ടും കാര്യമില്ല, നമ്മളത് വിഷ്വലൈസ് ചെയ്യുകൂടെ വേണം. എനിക്ക് ആ ജോലി കിട്ടുന്നതും ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ചിട്ട് അവിടെ സൈൻ ചെയ്യുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഡെയിലി വിഷ്വലൈസ് ഈ ഒരു 3 തവണ എഴുതിയിട്ട് നമ്മളൊന്ന് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ഒരു കുറച്ച് സെക്കൻഡ് നമ്മളത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നമ്മളത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക കൂടി വേണം. ഇങ്ങനെ ഓരോ തവണ നമ്മൾ എഴുതുമ്പോഴും നമുക്കത് മൈൻഡിൽ നമുക്ക് നടന്ന ഒരു ഫീല് നമുക്ക് വരണം. അപ്പോഴാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മളെ ആഗ്രഹം നമുക്ക് സാധിച്ചു തരുന്നത്. അതിൻ്റെ കൂടെ നമ്മളെ യൂണിവേഴ്സും കൂടി നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളത് വിഷ്വലൈസ് ചെയ്യുക തന്നെ വേണം, അത് മറക്കരുത്. ഈ ഓരോ തവണ നമ്മൾ ഓരോ ആഗ്രഹം നമ്മൾ എഴുതുമ്പോഴും ആ ഒരു കാര്യം നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക കൂടി വേണം. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒരു 9 മണിക്കുള്ളിൽ 9 തവണ എഴുതിയിട്ട് അപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആഗ്രഹം നടന്നത് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാൻ. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 തവണ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ആഗ്രഹം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കത് നടന്നിരിക്കും. ഈ ആഗ്രഹം നിങ്ങൾക്ക് ഈ ടെക്നിക്ക് പ്രകാരം ഈ ആഗ്രഹം നിങ്ങൾക്ക് നടന്നാൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് നടന്ന ആഗ്രഹം സക്സസ് ആയെന്ന് കമൻറ്റ് ചെയ്യുക കൂടി വേണം. അത് കാണുമ്പോൾ നമുക്ക് കൂടെ ഒരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളത് ഇന്ന് മുതൽ തന്നെ ഈ വീഡിയോ ഈ ഒരു ദിവസം ഇന്ന് തന്നെ കാണുമെന്ന് ഉറപ്പില്ല, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ടാലും ആ ദിവസം തൊട്ട് നിങ്ങൾ ഈ 369 ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.